ഇതിന് നിന്റെ കളിക്ക് ഹലോ ഹലോ ഗായ്സ്. അപ്പോൾ ഇതാ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയുന്നത്? ഓളെന്നെ പറയുന്ന ഓളാ. ഇഞ്ഞ കള്ളത്തരം പറയല്? ഇഞ്ഞ കള്ളത്തരം പറയലുണ്ട്? കുളിക്കാൻ മടി ആർക്കാണ്? മര്യാദക്ക് ബുക്കാഴ്ച. നീ കുളിക്കലില്ല? മടിയാ? എപ്പം പോയിട്ട് ഉമ്മാനോടും എല്ലാരോടും കംപ്ലൈന്റ് പറയുന്നത് ആരാ? ഓരോരുത്തരെ കൊണ്ട്. ഗായ്സ് ഇവിടെ വെള്ളപ്പൊക്കായി ഗായ്സ്. ഗായ്സ് വെള്ളമെല്ലാം മറിഞ്ഞെല്ലാം ക്ലീൻ ചെയ്ത്. അപ്പൊ അടുത്തത്, ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഒരു 100 വട്ടം കരയുന്ന വ്യക്തി ആരാ? നീ കരിയും കൊടുക്കടാ. എന്തിന്? എന്തിനാ കരയുന്നു നീ? പറ, എന്തിനാ കരയുന്നു നീ? അടിച്ചാലാ? ഇന്നാരതിനെ അടിക്കല്? ഏറ്റവും കൂടുതൽ വേഗം ദേഷ്യപ്പെടുന്നതാരാ? ആ, ദേഷ്യപ്പെടുന്നത് വേഗം ദേഷ്യം പിടിക്കും. രണ്ടാളും ആവോ? രണ്ടാളും ആണോ? രണ്ടാളും ആവോ? രണ്ടാളും. അടുത്തത്, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാല് നന്നാവാൻ പോകുന്നതാരാ? ഇവനാ നന്നാകാൻ വരിക? ആയിഷല്ല? ആയിഷല്ല? ഇന്നാ ആയിഷ ഉണ്ടല്ലോ. വേണ്ട. അപ്പൊ പഠിക്കാൻ മടി ആർക്കാ? എനിക്ക് മടിയില്ല. അപ്പൊ ഗായ്സ് ഇവർക്ക് രണ്ടാളും ഈക്വലാ നിൽക്കുന്നത്. രണ്ടാളും 4 തവണ മുങ്ങിന്നാ തോന്നുന്നു വെള്ളത്തില്. ഇനി അടുത്തത്, സ്കൂൾ അല്ലെങ്കിൽ മദ്രസയിൽ പോവാൻ മടി ആർക്ക്? എനിക്കും മടി തന്നെയാ. എനിക്ക് മടിയാ. ഇല്ല, എനിക്കും മടി തന്നെയാ. ഓ എനിക്ക് ഓനില്ലേ, എനിക്ക് മടിയാ വെക്കാറുണ്ട് ഇവിടെ. ഹോംവർക്ക് ചെയ്യാൻ മടി ആർക്ക്? എനിക്കൊക്കെ ആവശ്യം എന്ത് ചെയ്യുന്നേ? വെള്ളത്തില് പറ. ഇനി അടുത്ത, ഭക്ഷണം വിളിച്ചാലും കഴിക്കാൻ വരാൻ മടിയാർക്കാ? ഇനി ഗബ്ബറിനെ ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞ് പിടിച്ച് ഇടങ്ങാറാക്കുന്നത് ആരാ? അപ്പൊ ഇപ്പൊ ആർക്കാ? ആരാ? രണ്ടാളും സെയിമില്ല ഇപ്പൊ ഉള്ളത്. ഒരു ദിവസം ഒരു 100 തവണ വീകും. അതാരാ? ആഴ്ച അയിലത്തന്നെ തുപ്പുന്നല്ലുണ്ട്. വ്ലോഗ് എടുക്കാൻ മടിയാർക്കാ? ഇവർക്കല്ലേ മടി?
ആർക്ക് ഇനൂന ഇന്ന ഇപ്പം വന്ന വ്ലോഗ് എടുക്കുക മിടുക്കി. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരാ? വേഗം മിണ്ടാൻ മടി ആർക്കാ? എല്ലാത്തിനും പേടിയാ. അതാരാ? പേടി കൂടുതൽ, പേടി കൂടുതൽ, പേടി കൂടുതൽ. ആയിഷ ഓനക്ക് പേടിയാ? എന്ത്? എന്താ ഓൻക്ക് ഇരുട് മാത്രല്ല, ഓൻക്കെല്ലാം പേടിയാ. വേറും പേടിത്തണ്ട എല്ലാം പേടിയാ. അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പുറത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരു ഡ്രസ്സിൻ്റെ പേരിൽ ഒരു അടി ഉണ്ടാവും ഏത് വീട്ടിലും. അത് ഇവിടെ ആരുണ്ടാക്കുക? ഞാൻ അടി ഉണ്ടാക്കുക ആയിഷ? എന്തിന്? എനിക്കെന്നാ ട്രൗസർ ഇട്ടാ പരന്നേരം. അടുത്ത ചോദ്യം. ടാബിനും ഫോണിനും വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നത് ആരാ? അങ്ങനെയല്ല ചോദിക്കുന്നത് ഞാൻ. ഇപ്പൊ ആയിഷാന്റെ കൈമ ഫോൺ ഉണ്ട്, ടാബ് ഉണ്ടെങ്കിൽ അത് പിടിച്ച് വലിക്കോ അല്ലെ? അതിന് അങ്ങനെ ഓരോരുത്തർ കൈമേലുണ്ടെങ്കിൽ അടി ഉണ്ടാക്കൂല. മതി. ഓക്കെ ഇഷ്ടം മുങ്ങ് ഓള്. അത് ഫുഡ്, ജങ്ക് ഫുഡ്, ബർഗർ, പിസ്സ, ഷവർമ, ഇതൊക്കെ ഇഷ്ടമായിരിക്കാം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, ചോറ്, ഇതിനോടെല്ലാം ഇഷ്ടമായിരിക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടാളോട് ഒരു സീക്രട്ട് പറഞ്ഞായിരിക്കും. പറയരുത് എന്ന് പറഞ്ഞൊരു സീക്രട്ട് പറഞ്ഞത്, അത് പോയിട്ട് സീക്രട്ട് ആ പൊളിക്കുന്നതാരാ? ആയിഷാൻ്റെ ഇടയിൽ ആർക്കും ഒരു സർപ്രൈസ് ഒന്നും കൊടുക്കാൻ കഴിയില്ല ഗൈസ്. അപ്പാട് പോയിട്ട് പറഞ്ഞു കൊടുക്കും, ഇന്നേ സർപ്രൈസ് തരുന്നുണ്ട്. അല്ല ആയിഷ? പറയില്ല, ഓളിപ്പോ നല്ല മോളാ. ഇപ്പൊ രാവിലെ മദ്രസയിലോ സ്കൂളിലോ എന്തിനെങ്കിലും നമ്മൾ എവിടെയും പോണ്ടിക്കല് രാവിലെ വിളിച്ചാൽ എണീക്കാത്തതാരാ? ഇതിപ്പ ഈ ലാര എണീക്കാത്ത അതിങ്ങ് പറ. ഇതിപ്പോ ഞാൻ പറയട്ടെ എന്നാല്.
മടിയല്ല ചോദിക്കുന്നേ, വിളിച്ചാൽ എണീക്കാത്തത്. ഇതിപ്പോ ഏതാ ഉത്തരം പറ. മക്കളെ ഇതിന്റെ ഉത്തരം പറ. ആരാ വിളിച്ചാൽ എണീക്കാത്തത്? ഞാൻ പറയട്ടെ ആരാത്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോ കറണ്ട് സിറ്റുവേഷനിൽ ആയിഷയാണ് കുറച്ച് എണീക്കാൻ മടി. ഓള് പോകും. ഇതെന്താ മുങ്ങൽ മത്സര? മതിക്കോ, മതി മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫ്രിഡ്ജിൽ, നമ്മളെ വീട്ടിലത്തെ ഫ്രിഡ്ജ് 5 മിനിറ്റ് കൂടുമ്പം പോയിട്ട് ഓപ്പൺ ആക്കുന്നത് ആരാ? ഇനിയെന്താ മറ്റേ കടലിൽ മുങ്ങ പോന്നിയാ? ഇപ്പൊ നമ്മളൊരു ട്രിപ്പ് പോന്നാന്ന് വിചാരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം, ഭയങ്കര സന്തോഷമോ ഒരു രണ്ടാക്കുണ്ട്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തായിരിക്കാം, അതും ഒക്കെ തന്നെയാ. അല്ല, ഇങ്ങനല്ലേ ഇപ്പം പറഞ്ഞ എനിക്ക് ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാ, അതുകൊണ്ട് ഇഷ്ടമല്ല. ക്വസ്റ്റ്യൻ തീർന്നു ഗൈസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മുങ്ങിയത് ആരാന്ന് നിങ്ങൾ തന്നെ നോക്ക്, ഞാൻ നോക്കിയിട്ടില്ല. എനക്കൊന്ന് ഏറ്റവും കൂടുതൽ മുങ്ങിയത് ആയിഷ. ആയിഷ വെറുതെ അതാ മുങ്ങുന്നിപ്പോ. അപ്പൊ